A good example for the magnetic force is the cyclotron motion. Suppose a charge plus Q moves with velocity v perpendicular to B. ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ ആക്സിസിൽ വരച്ചിരിക്കുന്ന പോലെ തന്നെ എക്സ് ആക്സിസിലാണ് ബി, അതായത് ദിസ് ഈസ് പോയിൻറ്റിങ് ഔട്ട് ഓഫ് ദി പേജ്, ഇറ്റ്സ് പോയിൻറ്റിങ് ടുവേർഡ്സ് യു. ഈ അപ്വേർഡ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. നൗ ദിസ് ചാർജ് പ്ലസ് ക്യൂ ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ബി. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എത്രയാണ്? എഫ് എം is equal to Q into V cross B. This is equal to Q into VB sin angle എത്രയാണ്? V and B are perpendicular, so sin 90. So its magnitude is QVB. ഈ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡയറക്ഷൻ is given by Fleming's left hand rule or right hand threaded rule. നമുക്ക് Fleming's left hand rule വെച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ your finger points the direction of velocity, thumb points the direction of magnetic field. അപ്പോൾ ഫസ്റ്റ് വി ക്രോസ് ബി ആണ് ഫസ്റ്റ് വെക്ടർ ഫോർ ഫിംഗർ, സെക്കൻഡ് വെക്ടർ ബി തമ്പ്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഫിംഗർ ആയിരിക്കും അതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരുന്നത്. ഇത് മൂന്നും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മൂന്നും പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നില്ല. ആദ്യത്തെ രണ്ട് വെക്ടർ വരുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോഴ്സ് വരുന്നത്, അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് വരുന്നത്. സോ വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്, സോ ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് എങ്ങോട്ടാണ്? ഫോഴ്സ് ഈസ് ടുവേർഡ്സ് സെൻറ്റർ. മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്കും വെലോസിറ്റി റൈറ്റിലേക്കുമാണ് പോകുന്നത്. സോ ഫോഴ്സ് ഡൗൺവേർഡ്സ്, അതല്ലെങ്കിൽ സെൻറ്ററിലേക്കാണ് വരുന്നത്. അപ്പം ഇങ്ങനെ പോകുന്ന ചാർജിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് അത് പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ആ സെൻറ്ററിലേക്ക് ആ മോഷൻ്റെ പാത്ത് ഒന്ന് കർവ് ചെയ്യുകയാണ്, സെൻറ്ററിലേക്ക് വരാണ്. ഇനി ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ കർവ് ചെയ്ത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ വെലോസിറ്റി ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, അപ്പോഴും ഫോഴ്സ് എവിടേക്കാണ്? ഫോഴ്സ് സെൻട്രലിലേക്കാണ്. അപ്പോൾ വീണ്ടും അതിനെ കർവ് ചെയ്യുകയാണ്. ഇനി ഈ പോയിന്റിലെത്തിയപ്പോൾ വെലോസിറ്റി ഈ ഡയറക്ഷനിൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, ഫോഴ്സ് സെൻട്രലിലേക്കാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഫോഴ്സ് സെൻട്രലിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ചാർജ്, എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ചാർജിന് അതിൻ്റെ പാത്ത് കർവ് ചെയ്ത്, എപ്പോഴും ഫോഴ്സ് സെൻട്രലിലേക്കായിട്ട് വരുന്ന രീതിയിൽ അത് കർവ് ചെയ്ത് ഒരു സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് കോൾഡ് സൈക്ലോട്രോൺ മോഷൻ. So this type of circular motion is described by a charge which is moving perpendicular to the magnetic field is called cyclotron motion. അങ്ങനെയാണെങ്കിൽ ഈ സൈക്ലോട്രോൺ ഇതിൻ്റെ ഒരു ആർ റേഡിയസിലാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റേഡിയസൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യം ഇതാണ്, ഒരു സർക്കുലർ മോഷൻ ആണെങ്കിൽ അതിന് എന്തുണ്ടാവും? ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ സർക്കുലർ മോഷനിൽ എന്തായാലും ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ കേസിൽ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫോഴ്സാണ്. മാഗ്നറ്റിക് ഫോഴ്സാണ് ഈ ഇങ്ങനെ പോയായിരുന്ന ചാർജിനെ പിടിച്ച് കർവ് ചെയ്ത് ഈ ഒരു സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്ത്. ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് is equal to magnetic force or Lorentz force. സോ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആർ റേഡിയസിൽ വി വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ mv²/r is equal to മാഗ്നറ്റിക് ഫോഴ്സ് QVB. So from that we can obtain the radius of circular motion of charge. R is equal to mv/qb. So this is called cyclotron radius. അപ്പോൾ അതിൻ്റെ റേഡിയസ് തീരുമാനിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. പർട്ടിക്കുലർ ആക്സിലറേറ്ററിലൊക്കെ ചാർജുകൾ ഹൈ വെലോസിറ്റിയിൽ കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് സ്കാറ്ററിംഗ് സ്റ്റഡീസൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര സ്പീഡ് അറ്റൈൻ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ റേഡിയസ്, ഈ സൈക്ലോട്രോണിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമെൻഷനൊക്കെ തീരുമാനിക്കുന്ന അതിൻ്റെ റേഡിയസ് നമുക്ക് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും വെലോസിറ്റി കിട്ടണമെങ്കിൽ മാസ്, ഇലക്ട്രോണോ പ്രോട്ടോണോ എന്താണെന്നെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യാം. അതിൻ്റെ ചാർജ് കൊടുക്കുക. അപ്പോൾ എത്ര മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം ഇത്ര റേഡിയസ് കിട്ടണമെങ്കിൽ. അപ്പോൾ അങ്ങനെ സൈക്ലോട്രോൺ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോമുലയാണ്. ദിസ് ഈസ് കോൾഡ് സൈക്ലോട്രോൺ റേഡിയസ്. ഇനി ഇത് എത്ര തവണ കറങ്ങും, അതിൻ്റെ പീരീഡ് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളതും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പീരീഡ് ഈസ് ഈക്വൽ ടു, പീരീഡ് മീൻസ് ടൈം ടേക്കൺ ഈസ് ഗിവൺ ബൈ ഡിസ്റ്റൻസ്. അതിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി വിൽ ഗിവ് യു. സോ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി വിൽ ഗിവ് യു ദ ടൈം പീരീഡ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റൗണ്ടിന് വേണ്ട ഒരു സർക്കുലർ, ഈ സർക്കിളിൽ ഒരു തവണ
റൗണ്ട് ചെയ്യാൻ വേണ്ട ടൈം. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെരിമീറ്റർ ആണ്. ദിസ് ഈസ് 2πr ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ദിസ് ഈസ് ഈക്വൽ ടു ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, അല്ലെങ്കിൽ വെലോസിറ്റിക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാനിവിടെ വെലോസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. 2πr ഡിവൈഡഡ് ബൈ QBr ബൈ MV. നോട്ട് V. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വിക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാം. So here 1V cancels. So V is equal to QBr divided by M. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. You will get this is 2πm divided by QB. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ you will get frequency 1/T is equal to QB divided by 2πm. Cyclotron frequency. Cyclotron frequency is given by 1 by time period QB divided by 2πm. ഇപ്പോൾ ഇത് എത്ര തവണ റിവോൾവ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓർക്കേണ്ടതിൻ്റെ ഡയറക്ഷനെ കുറിച്ചാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഈ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് വരിക. ഈ എക്സാമ്പിളിൽ അത് റേഡിയൽ ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ ടുവേർഡ്സ് സെൻറ്ററാണ് വരുന്നത് ഫോഴ്സ് വരുന്നത്. Then another example is the helical motion of charge. Helical motion of charge. Suppose let this be the direction of magnetic field. This is y direction and this is z direction. അത് എക്സാക്ട്ലി ഈ ഇനീഷ്യലി ചാർജ് മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല എന്ന് വിചാരിക്കും. ഒരു ആംഗിള്, ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണെന്ന് വിചാരിക്കുക. സപ്പോസ് വി ഈസ് ഇൻ നോട്ട് പെർപെൻഡിക്കുലർ. ഇത് വൈ ഡയറക്ഷനിൽ വെലോസിറ്റി വൈ ഡയറക്ഷനിലോ ഇസഡ് ഡയറക്ഷനിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈക്ലോട്രോൺ ഇതാണ് കിട്ടുന്നത്. ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് ഇത് വെലോസിറ്റി ചാർജ് പ്ലസ് ക്യൂ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കാം. എങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന പാത്ത് എന്നുള്ളതാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യുന്നത് ഈ വെലോസിറ്റീനെ 2 കോമ്പോണൻ്റ് ആയിട്ട് ഡികമ്പോസ് ചെയ്യുകയാണ്. ഈ ഡയറക്ഷനിലുള്ളത് ഇത് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ കോമ്പോണൻറ്റിനെ Vx ഈക്വൽ ടു V cos theta. This is Vy is equal to Vy is equal to V sin theta. So you can see Vy is the velocity which is the component of velocity which is perpendicular to magnetic field. ഇനി Vx എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പാരലലാണ്. അപ്പോൾ 2 ഫോഴ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. Fy is equal to y ഡയറക്ഷനിലുള്ള ഫോഴ്സ്, അതിൻ്റെ y കോമ്പോണൻറ്റ്, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ y കോമ്പോണൻറ്റ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു Vy ക്രോസ് B. അപ്പോൾ Vy എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റാണ്. അപ്പോൾ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു സൈക്ലോട്രോൺ മോഷനാണ്. അപ്പോൾ സൈക്ലോട്രോൺ മോഷൻ എന്ന് പറഞ്ഞാൽ ബിക്കും വിക്കും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഫോഴ്സാണ്. അപ്പോൾ ഈ ഒരു പ്ലെയിനിൽ അത് സർക്കുലേറ്റ് ചെയ്യുകയാണ്. നേരത്തെ വരച്ച ഫിഗറിൽ നമ്മൾ ആക്സിസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന് ഈ ഡയറക്ഷനാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന അത് ആ ആക്സിസ് പാരലാക്കിക്കൊണ്ട് അത് സർക്കുലറായിട്ട് ഒരു സൈക്ലോട്രോൺ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഈ കമ്പോണൻറ്റ്. ഇനി നമുക്കൊരു കമ്പോണൻറ്റും കൂടി Vx ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. Fx ഈക്വൽ ടു Q ഇൻറ്റു Vx ക്രോസ് B. Now you can see Vx and B are parallel. So ഇവിടെ വരുന്നത് sin 0 ആണ് വരുന്നത്. sin 0 വരുമ്പോൾ ദിസ് ഈസ് 0. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഈ വെലോസിറ്റി ഈ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അതിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഒന്നും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് മാഗ്നറ്റിക് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ല, പക്ഷേ എന്തുണ്ട്? ഈ വെലോസിറ്റിയിൽ ഈ ഒരു കമ്പോണൻറ്റ് ഈ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ അനുസരിച്ചിട്ട് അത് അൺഅഫക്റ്റഡ് ആണ്. ആ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ? ഇവിടെ 2 കാര്യമാണ് വരുന്നത്. ഇനീഷ്യലി ഈ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ചാർജിൻ്റെ ഈ കമ്പോണൻറ്റ് എക്സ് കമ്പോണൻറ്റിന് മാറ്റമില്ലാതെ അതുപോലെ തന്നെ പോകും. പക്ഷേ വൈ കമ്പോണൻറ്റിൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ട്? സൈക്ലോട്രോൺ മോഷൻ കൊടുക്കും. അപ്പോൾ ഇഫക്റ്റീവ്ലി നമുക്ക് ഇതിൻ്റെ 2ൻ്റെയും കോമ്പിനേഷനാണ് കിട്ടുക. ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ ഇനീഷ്യൽ വെലോസിറ്റി കൊണ്ടുണ്ട്. പക്ഷേ ഈ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് കൊണ്ട് അതിന് സർക്കിൾ ചെയ്യാനുള്ള കേൾ ചെയ്യാനുള്ള ഒരു ബിഹേവിയറും കൂടെ വരും. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സ്പൈറൽ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഹെലിക്കൽ, ദിസ് ഈസ് കോൾഡ് ഹെലിക്കൽ സ്ട്രക്ചർ. സോ Fy results cyclotron motion. Fy results cyclotron motion. So this is
ലീനിയർ മോഷൻ. ഈ ഡയറക്ഷനിൽ മോഷൻ ഫോഴ്സ് ഒന്നുമില്ലെങ്കിൽ ലീനിയർ മോഷൻ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുക ഒരു ഹെലിക്കൽ മോഷനാണ്. ഇതിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് കിട്ടാം, പിച്ച് ഓഫ് മോഷൻ. നമ്മൾ സ്ക്രൂ ഗേജിലൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ പിച്ച് കണ്ടുപിടിക്കും. എന്താണ് പിച്ച്? ഡിസ്റ്റൻസ് മൂവ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻസ്. അതിന് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ഈ ആക്സിസിൽ മൂവ് ചെയ്തു എന്നുള്ളൊരു മെഷറാണ്. സോ ദിസ് ഈസ് ഡിസ്റ്റൻസ് മൂവ്ഡ് പാരലൽ ടു be in one circular motion. So this is given by, this is equal to pitch of motion, which means distance ആണ്. So it is velocity into time. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനാണ്, എക്സ് കമ്പോണൻ്റ് ആണ്. വി എക്സ് ഇൻറ്റു ടൈം എന്ന് വെച്ചാൽ ടൈം പീരീഡ്. ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? നേരത്തെ നമ്മൾ കണ്ടുവച്ച സൈക്ലോട്രോണിൻ്റെ അതേ ടൈം പീരീഡാണ് ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു വി എക്സ് എന്താണ്? വി കോസ് തീറ്റ ഇൻറ്റു 2πm ഡിവൈഡഡ് ബൈ ക്യൂ ബി. ഈ ടൈം പീരീഡ് സൈക്ലോട്രോൺ ടൈം പീരീഡാണ്, നേരത്തെ നമ്മൾ കണ്ട അതേ അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് പിച്ച്. ഒരു തവണ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുള്ള ഒരു മെഷർ. അതുപോലെ തന്നെ റേഡിയസ്, സൈക്ലോട്രോൺ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു ഷേപ്പിൻ്റെ റേഡിയസ് ആറ് എത്രയാണ്? ആറെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടത് സൈക്ലോട്രോൺ റേഡിയസ് തന്നെയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, എം വി വിക്ക് വരാം വി വൈ കമ്പോണൻ്റാണ് ഇവിടെ വരുന്നത്, എം വി വൈ ബൈ ക്യൂ ബി. സൈക്ലോട്രോൺ റേഡിയസ് തന്നെയാണ് ഇവിടെ വരുന്നത്, പക്ഷേ കമ്പോണൻറ്റ് വി വൈ എടുക്കുന്നത് വരാം. സോ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷേപ്പാണ്. ഒരു ആർബിട്രറി ഡയറക്ഷനിൽ വെലോസിറ്റി പോവുകയാണെങ്കിൽ, എക്സാക്ട്ലി പെർപെൻഡിക്കുലർ അല്ലാതെ ചാർജ് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്കൻഡാണ്. അടുത്തൊരു എക്സാമ്പിളാണ് സൈക്ലോട്രോൺ മോഷൻ. അത് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും.